അപ്പൊ നമ്മൾ ഈ ഒരു വഴി വരുന്നപ്പോ നമ്മളെ പന്നി ഫാമിലോട്ട് വരുന്ന വഴി കേട്ടോ. വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും വരും, കാറാണെങ്കിലും മറ്റു ജീപ്പാണെങ്കിലും ഒക്കെ എല്ലാ വണ്ടിയും നേരെ നമുക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരും. എന്താണ് ഇപ്പൊ നമ്മളെ ഈ ഒരു പ്ലോട്ടിലുള്ള പന്നി ഫാം വേണമെന്നുണ്ടെങ്കിൽ പന്നി ഫാം ആയിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പശു ഫാം ഒക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും അതാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് ഈ ഒരു ഫാമിന്റെ അടുത്തോട്ട് നമ്മൾ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും വരും കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ ഇതിന് മുന്നേ ഫാം നടത്തിക്കൊണ്ടിരുന്നതാണ്, ഇപ്പം നിലവിൽ നടത്തുന്നില്ല. നിങ്ങൾക്കൊരു പശുവിനൊക്കെ വളർത്താനൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു കിഡ്ലൻ സ്ഥലം കേട്ടോ. നല്ല ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല അടച്ചുറപ്പ് നല്ല രീതിയിലാണ് ഇപ്പോൾ ഒരു ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതുണ്ടല്ലേ, പശുത്തൊഴുത്തും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു ബയോഗ്യാസ് പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ. ഒക്കെ നമുക്ക് ഓരോന്ന് ഇങ്ങനെ വഴിയെ കാണിക്കാം. എന്താണ് ഇപ്പോൾ ഇതിനകത്ത് പന്നി ഫാം ഉണ്ടായിരുന്നത്. ഇതിലാണ് ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഫാമും അത്യാവശ്യം ഒരുപാട് പന്നികളൊക്കെ വളർത്താൻ സൗകര്യത്തിനുള്ള ഫാമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിനകത്തുള്ളത് റബ്ബർ മരങ്ങളാണ്. ഏകദേശം 130ഓളം റബ്ബർ മരങ്ങളാണ് അതേപോലത്തെ ഉള്ളത്. ഇതൊക്കെ നോക്കി, റബ്ബറൊക്കെ നല്ല അടിപൊളി മരങ്ങളാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ കിടക്കണം, നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കാണട്ടോ. നോക്കി, എല്ലാം 105 ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലുള്ളത്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഫാം കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ഷെഡും കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ പശു ഫാമോ ആട് ഫാമോ എന്ത് ഫാമോ ആണെന്നുണ്ടെങ്കിലും തുടങ്ങാൻ സൗകര്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. നമ്മളെ കാസർഗോഡ് ജില്ലയാണ്, കുറച്ച് ചെരിവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ നമ്മളെ പ്ലോട്ട് ഇവിടുന്ന് കുറച്ച് താഴോട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു ബയോഗ്യാസിന്റെ പ്ലാന്റും കൂടി ഇപ്പം നിലവിലുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കുറച്ച് താഴോട്ടാണ് നമ്മളെ പ്ലോട്ട് കിടക്കുന്നത്. മൊത്തം 2 ഏക്കർ 70 സെന്റ് സ്ഥലമാണ്. അപ്പം നമ്മൾ കയറി വന്നത് ഇപ്പോൾ അതിലാണ്. മേളിൽ കൂടെയും ടാറിംഗ് റോഡ് ഉണ്ട്, അതുപോലെ തന്നെ താഴെ കൂടെയും ടാറിംഗ് റോഡ് ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ പകുതി കൊടുക്കും. അങ്ങനെ നിങ്ങളെ ആവശ്യാനുസരണം പകുതിയാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ പകുതി അതിനനുസരിച്ച് കൊടുക്കും. ഇനി അതല്ല ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ്.